السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ധർമ്മ സമര സംഗമം എന്ന പ്രോഗ്രാമിൻ്റെ കളിയാട്ടുമുക്ക് ശാഖയുടെ വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാം ഇതിൻ്റെ അവസാന സമയത്തിലേക്ക് എത്തുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു വച്ച വിഷയം ധാർമ്മികമായ ജീവിതത്തിന് വേണ്ടി നാടുകളിൽ വിശ്വാസികളായ ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധാർമ്മികതയിൽ നിന്നും അധാർമികതയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ലജ്ജയില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലിബറൽ വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, പൊതുവെയുള്ളവരുടെ വാദങ്ങൾ എന്നുള്ളത് സദാചാരം എന്ന കുരുക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു ഫ്രീഡം നൽകണം, ഒരു സ്വാതന്ത്ര്യം നൽകണം എന്ന ചിന്തയാണ് പലപ്പോഴും പ്രചരിപ്പിക്കാറുള്ളത്. ആളുകളുടെ ജീവിതം ആസ്വാദകരമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിബറലിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർ പൊതുവെ പറയാറുള്ള വാക്ക് എന്തെന്ന് വെച്ചാൽ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ആ ജീവിതത്തെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം എന്നതാണ് അവരുടെ പ്രചാരണം. അതിന്റെ ഭാഗമായി ആ ഫ്രീഡം കിട്ടുന്ന യുവതലമുറ സ്വാഭാവികമായും, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ, കൂടുതൽ അവർ പോകുന്നത് ഇത്തരത്തിലുള്ള ലഹരികളുടെ ലോകത്തേക്കാണ്. ലിബറലിസം പ്രചരിപ്പിക്കുന്നവൻ വാദിക്കുന്നതും അത് തന്നെയാണ്. ലഹരി നിഷിദ്ധമാണ്, ലഹരി നിങ്ങൾക്ക് തടയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് തടുത്തു നിർത്തേണ്ട ഒരു സംഭവം അല്ല എന്നുള്ളതാണ് ഇവന്റെ വാദം. എന്നിട്ട് ഇയാൾ പറയുന്ന വാക്കെന്താ? ഈ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളുടെ വാദം, കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ആളുകൾ ഉപയോഗിച്ച് ആസ്വദിച്ചങ്ങോട്ട് പോട്ടെ ജീവിതം എന്നാണ്. ആ രൂപത്തിലുള്ള ആശയങ്ങൾ ക്യാമ്പസുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറയിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു ഭാഗത്ത് വളർന്നു വരുന്ന പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിലുള്ള ലൈംഗിക രംഗത്തുള്ള സദാചാരങ്ങൾ തകർക്കപ്പെട്ടു. അത് തടയുന്നവർ, അതിനെ ചോദ്യം ചെയ്യുന്നവനെ സദാചാര കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. ഒരു പ്രയാസമല്ല, നന്മ പറയുന്നവനെ സദാചാരക്കാരെന്ന് ആക്ഷേപിച്ച് തള്ളിയാലും സഹോദരങ്ങൾ, അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഇത് സദാചാരമാണ്, ഇത് ഞങ്ങളിൽ നിലനിർത്തുക തന്നെ ചെയ്യും. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഈ സദാചാരത്തെ ജനങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, വഴിതെറ്റുന്ന ജനതയെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ലഹരി കൊണ്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, പെൺകുട്ടികളുടെ ജീവിതം അതേപോലെ ഏതെങ്കിലും പ്രേമത്തിന്റെ ചാപല്യങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടൊക്കെ ന്യായങ്ങൾ കണ്ടെത്തി, ന്യായീകരണങ്ങൾ കണ്ടെത്തി, പെൺകുട്ടികൾക്കെന്ന് ഫ്രീഡം ഇല്ല, അവർ മതത്തിന്റെ കുരുക്കിലാണ് എന്നൊക്കെയാണ് വാദിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ കൃത്യമായ പരിഹാരങ്ങൾ നൽകുന്നുണ്ട്.
ഉമ്മയെ കൊല്ലാൻ വേണ്ടി മുതിരാൻ ഒരു ചെറുപ്പക്കാരന് കഴിയുന്നുവെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനെ കൊന്നു തീർക്കാൻ, കൊന്നു തള്ളാൻ വേണ്ടി ഒരു മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഇന്ന് നാടുകളിൽ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ലജ്ജയില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ: അൽ ഈമാനു അൽ ഹയാഉ വൽ ഈമാൻ. ഈമാനും ലജ്ജയും ഖുരിന ജമീഅ, രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്, ഒന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ ലജ്ജയും ഈമാനും പരസ്പര ബന്ധമുള്ളതാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ റുഫി അൽ ആഖിർ, മറ്റേതവരിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്നു പോകുമെന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ലജ്ജയില്ലാതെയായാൽ സ്വാഭാവികമായും ഈമാൻ അവരിൽ നിന്ന് നഷ്ടപ്പെടും. ഈമാൻ തകർന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും താളം തെറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ അപകടങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ചിന്തകൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസവും ഇസ്ലാം പഠിപ്പിക്കുന്ന വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിശ്വാസവും ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ മത ചിന്തകൾ, ചില ദർശനങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കാണ്, ഇനിയൊരു ജീവിതമൊന്നും വരാനില്ല എന്ന ആശയം. അതുകൊണ്ട് ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിക്കാമെന്ന വിശ്വാസമാണ് ഇത് പ്രചരിപ്പിക്കുന്നവരുടെ, ഇത്തരം ആശയങ്ങൾ സമൂഹത്തിന് കൈമാറുന്നവരുടെ അവർ നടത്തുന്ന പ്രചാരണങ്ങളെങ്കിൽ ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? മനുഷ്യന് സൃഷ്ടിച്ച റബ്ബ് അവന് ചില മാർഗദർശനങ്ങൾ നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, നീ ഒരു ഇന്ദ്രിയത്തുള്ളി പോലും ആയിരുന്നില്ലാത്തൊരു കാലഘട്ടം, ഒരു ബീജഗണം പോലും ആയിരുന്നില്ലാത്തൊരു കാലഘട്ടം നിന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ആരായിരുന്നു മനുഷ്യൻ? ഒന്നുമല്ലാത്തൊരു അവസ്ഥയിൽ നിന്നാണ് പടച്ച റബ്ബ് നമ്മളെ ഈ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളതെങ്കിൽ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരട്ടയായി, അട്ടയെപ്പോലെ നിന്നെ രൂപപ്പെടുത്തിയ രക്ഷിതാവ് നിനക്ക് അന്നം നൽകി, വായു നൽകി, വെള്ളം നൽകി, ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി, എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ വിധാനിച്ചു തന്ന റബ്ബ് മനുഷ്യനോട് പഠിപ്പിക്കുന്ന വാക്ക്, നിന്റെ ജീവിതത്തെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു നിനക്ക് സമ്മാനിച്ചപ്പോ ഇവിടെ നിനക്ക് കുടിക്കാനുള്ള വെള്ളം നൽകിയിട്ടുണ്ട്, വായു നൽകിയിട്ടുണ്ട്, എല്ലാം തന്ന റബ്ബ് മനുഷ്യനോട് പറയാണ്, നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങളെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അതൊന്ന് നന്ദിയുള്ളവരുടെ പാതയാണ്, രണ്ട് നന്ദി കെട്ടവരുടെ പാതയാണ്. ആ നന്ദിയുള്ളവരുടെ പാത ഏതെന്ന് തെരഞ്ഞെടുക്കുന്നിടത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്ന പരിഹാരത്തിന്റെ വഴി അല്ലാഹു നമുക്ക് തെളിയിച്ചു തരും. ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? കൊലപാതകങ്ങളിൽ നിന്ന് ഈ തലമുറയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള വഴി എന്താ? നാടുകളിൽ പല ചർച്ചകളുമുണ്ട്, പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും പറയാറുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്നുള്ളത് ഒന്ന്, അതെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കൊരു സന്ദേശം അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മനുഷ്യനെ പഠിപ്പിച്ചത് അതാണ്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ആ സ്വർഗത്തിലേക്ക് തിരിച്ചെത്താനുള്ള വഴി അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു മാർഗദർശനത്തെ നാം അയക്കുന്നുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ
ആ മാർഗദർശനത്തെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ആ ഹുദയെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ വഴി പിഴക്കേണ്ടി വരികയില്ല, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല. നിങ്ങൾക്ക് പിഴക്കാതിരിക്കാൻ, ജീവിതം താളം തെറ്റാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അത് സൃഷ്ടാവായ റബ്ബ് പഠിപ്പിച്ചിട്ടുള്ള ഖുർആനിലേക്ക് മടങ്ങി വരലാണ് വഴി. ഖുർആനിലേക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരലാണ് വഴി. ഖുർആൻ പരിവർത്തനത്തിന്റെ പടപ്പാട്ടുകൾ നയിച്ച ചരിത്രങ്ങളെ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ചരിത്രങ്ങൾ, ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുന്നിടത്ത് നമുക്ക് കാണാം. കൊലപാതകത്തിന്റെയും ലഹരിയുടെ ലോകത്തും വ്യഭിചാരത്തിന്റെ ലോകത്തും യുദ്ധങ്ങളുടെ ലോകത്തുമൊക്കെ മുങ്ങിത്താഴ്ന്നിരുന്നൊരു ജനതയെ പളുങ്കുപോലെയുള്ളൊരു ജനതയാക്കി മാറ്റിക്കൊണ്ടുവന്നതിലെ ഏറ്റവും വലിയ പങ്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ജനതയെ അള്ളാഹു മാറ്റിയതിന്റെ രൂപമല്ല പഠിപ്പിക്കുന്നത് കാണാം. ജാഹിലിയത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ വയസ്സിൽ ഹബീബായി റസൂലിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് ഖുർആൻ എന്ന വേദഗ്രന്ഥം ഇറങ്ങുന്നതിന് മുമ്പ് ആ ജനതയുടെ രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു ജനത ഏറ്റവും മതപതനത്തിന്റെ ലോകത്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനും ഹബീബായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സ്വഹാബികൾ അവർ കൊണ്ടുപോയി, അവർ ചെന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചത്, ഞങ്ങൾക്കൊരു കാലമുണ്ടായിരുന്നു നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു കാലം, കള്ളുകുടിച്ച് ജീവിച്ചിരുന്നൊരു കാലം, പച്ചയായി മയ്യത്ത് തിന്നിരുന്നൊരു കാലം, ചത്ത വസ്തുക്കളെ തിന്നിരുന്നൊരു കാലം. ആരാന്റെ പറമ്പിൽ ചെന്ന് എന്റെ ഒട്ടകം ഒരു പുല്ല് കടിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്ത് ജീവിച്ചൊരു കാലം. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട് എന്ന് അറിയാൻ വേണ്ടി കൊടികുത്തി വെച്ച് അടയാളം വെച്ചിരുന്നൊരു കാലം. പിന്നീട് പെൺകുട്ടി ജനിച്ചാൽ അതൊരു അപമാനമായി കണ്ടിരുന്ന കാലം, പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലം, പെൺകുട്ടികളെ മനുഷ്യവർഗത്തിൽ പോലും എണ്ണാനുള്ള മാനസികാവസ്ഥയില്ലാതിരുന്ന ഒരു കാലം ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പ് മക്ക കാലഘട്ടത്തിലെ അവിടെയുള്ള ജാഹിലിയ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവരുടെ ജീവിത ശൈലി അതാണ്. അങ്ങനെയുള്ളൊരു ജനത, വർഷങ്ങളോളം യുദ്ധം ചെയ്ത് ജീവിച്ചൊരു ജനത, കൊലയും കൊള്ളയും വ്യഭിചാരവും തോന്നിവാസങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നൊരു ജനത, ആ ജനതയെ പിന്നീട് പരിശുദ്ധ ഖുർആൻ പേര് വിളിച്ചത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ഉത്തമരായ തലമുറ എന്റെ തലമുറയാണ്. അത് സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന് ഖൈറുൻ നാസി ഖർനി എന്ന് വിളിക്കപ്പെടാനുള്ള പാകതയിലേക്ക് ആ ജനതയെ മാറ്റിയെടുത്ത വരികളേതാണ്? എന്താണ് അവരെ മാറ്റിയത്? ആ മാറ്റിയ വേദഗ്രന്ഥം ഇന്നും നമ്മുടെ കരങ്ങളിലുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു വേദഗ്രന്ഥത്തെ ഇറക്കിയിട്ട് ഇതിനെ നിങ്ങൾ പിൻപറ്റിയാൽ, ഇതിനെ നിങ്ങൾ സ്വീകരിച്ചു പോന്നാൽ നിങ്ങൾക്ക് വഴിപിഴക്കേണ്ടി വരില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ഈ വേദഗ്രന്ഥം പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ജനതയിലേക്ക് പറഞ്ഞയച്ചത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു മക്കത്ത്. സത്യസന്ധനായിരുന്ന വ്യക്തി. വേദം നൽകപ്പെട്ടതിനു ശേഷം പിന്നീട് ആളുകളുടെ കണ്ണിൽ ശത്രുപക്ഷത്ത് നിൽക്കേണ്ടി വന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. പക്ഷേ ആ റസൂലിനെ എന്തിനാണ് അല്ലാഹു പ്രവാചകനായി പറഞ്ഞയച്ചത്? എന്തിനാണ്?
പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എഴുതാനും വായിക്കാനും അറിയാതിരുന്ന ഒരു ജനത, എഴുത്തും വായനയും അറിയാതിരുന്ന കാലം, അവരിലേക്ക് പ്രവാചകന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന് നുബുവത്ത് നൽകിയിട്ട് റസൂലിനെ ആ ജനതയിലേക്ക് പറഞ്ഞയച്ചത് അവരെ പഠിപ്പിക്കാനാണ്, അവരെ സംസ്കാരം എന്തെന്ന് പഠിപ്പിക്കാനാണ്. വേദഗ്രന്ഥം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറക്കിക്കൊടുക്കാനാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇറക്കിക്കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവരിലേക്ക് വന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആദ്യം അവരെ പഠിപ്പിച്ചത് സൃഷ്ടാവായ റബ്ബിനെയാണ്, അല്ലാഹുവിനെ വ്യക്തമായി പരിചയപ്പെടുത്തി കൊടുത്തു. ആരാണ് റബ്ബ്? ആ റബ്ബിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്നിത് പഠിപ്പിക്കാൻ ആളുകളില്ല. ഏകദൈവ വിശ്വാസമെന്ന സൃഷ്ടിച്ച നാഥൻ ആരാണെന്നും ആ നാഥന്റെ സന്ദേശങ്ങൾ എന്താണെന്നും ആ റബ്ബ് പഠിപ്പിച്ച ആശയങ്ങൾ നമ്മൾ പിൻപറ്റേണ്ടത് എങ്ങനെയാണെന്നും പഠിപ്പിക്കാൻ ഇന്ന് ആളുകളില്ലാതെ പോയി. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണിത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നു. നാടുകളിൽ ഇന്ന് കറാമത്തിന്റെ കഥകൾ പറയാൻ ആളുകളുണ്ട്. തീവ്രവാദ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കീഴിലും അല്ലാതെയുമൊക്കെ ആളുകളുണ്ട്. പക്ഷേ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തി ഒരു തലമുറയെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുവരാൻ ഇന്ന് ആളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് കള്ളു കുടിച്ചിരുന്ന ജനതയോട്, തോന്നിവാസങ്ങൾ ചെയ്തിരുന്ന ജനതയോട്, വൃത്തികേടുകൾ പ്രവർത്തിച്ചിരുന്ന ജനതയോട് നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല ആദ്യം പറഞ്ഞത്. നിങ്ങൾ കള്ളുകുടി നിർത്തണം എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരാശയം, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ഇവിടെയുള്ള സകല മനുഷ്യരുടെയും രക്ഷിതാവ് ഒന്നാണ്. സകല ചരാചരങ്ങളെയും പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവ് അവൻ ഒന്നാണ്. റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, മനുഷ്യരെ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബലിക്കും, നിനക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനവനാണ്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്ന ആശയം എന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ രൂപത്തിൽ ധാർമ്മികതകളിൽ കുത്തൊഴിഞ്ഞ് ജീവിച്ചിരുന്ന ജനതയുടെ മുന്നിൽ റസൂൽ ഓതിക്കൊടുത്ത വചനം ഇതാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ നിങ്ങൾക്ക് മെത്തയെന്നോണം ആക്കി തന്ന റബ്ബ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്ന റബ്ബ്. അതെ, ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്ന റബ്ബ്. ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മഴയിറക്കി തന്ന റബ്ബ്. വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ നിങ്ങൾക്ക് നൽകിയിട്ട് ആ മഴ മുഖേന നിങ്ങൾക്ക് അന്നം നൽകിയ റബ്ബ്. ആ റബ്ബിനെ വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇതെല്ലാം തന്നത് അല്ലാഹുവാണ്, എങ്കിൽ ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഫലാ തജ്അലു, നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ വെക്കരുത്, ലില്ലാഹി അൻദാദ, അല്ലാഹുക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന തൗഹീദിന്റെ ആശയം ആ ജനങ്ങളെ പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്നറിഞ്ഞപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് ഉൾക്കൊണ്ടപ്പോ, ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസമെന്ന ഈ ആശയം അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോ, ആ സൃഷ്ടാവിനെ പഠിച്ചപ്പോ, ആ സൃഷ്ടാവിനെ മനസ്സിലാക്കിയപ്പോ, ആ സൃഷ്ടാവ് പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ ജനത മാറാൻ തുടങ്ങി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയും തിന്മയും അവർക്ക് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് എന്റെ ബുദ്ധിക്ക് നന്മയാണെന്ന് തോന്നുന്നത് ഒരിക്കലും മറ്റൊരുത്തന്റെ ബുദ്ധിക്ക് നന്മയാണെന്ന് തോന്നില്ല. എന്റെ ബുദ്ധിക്ക് തിന്മയാണെന്ന് തോന്നുന്നത് ഒരുപക്ഷെ നാടുകളിലെ ലിബറലിസം പ്രചരിപ്പിക്കുന്നവർക്ക് അത് തിന്മയായി തോന്നാറില്ല. പക്ഷേ ഒരു കാര്യത്തെ നന്മയാണെന്ന് പഠിപ്പിക്കേണ്ടതാരാ? ഒരു കാര്യത്തെ തിന്മയാണെന്ന് പഠിപ്പിക്കേണ്ടതാരാ? ഇത് ചെയ്യരുത്, ഇത് മോശമാണ്, ഇത് തോന്നിവാസമാണ്,
എന്ന് പഠിപ്പിക്കാൻ അർഹതയുള്ളവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബിന് മാത്രമാണ്. കാരണം ആ റബ്ബ് പഠിപ്പിക്കുന്ന ആശയം നമ്മളെ സൃഷ്ടിച്ചതവനാണ്. എനിക്ക് യോജിച്ചതെന്താണ്, എനിക്ക് യോജിക്കാത്തതെന്താണ്, എന്റെ ജീവിതത്തിൽ തിന്മ എന്താവണം, നന്മ എന്താവണമെന്ന് എന്നെ പഠിപ്പിക്കേണ്ടത് എന്റെ റബ്ബാണ്. അവനാണ് എന്നോട് കരുണയുള്ളവൻ. കാരണം അവനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എനിക്ക് അന്നം നൽകുന്നത് ആ റബ്ബാണ്, എനിക്ക് വായു നൽകുന്നത് ആ സൃഷ്ടാവാണ്, എനിക്ക് വെള്ളം നൽകുന്നത് ആ സൃഷ്ടാവാണ്. ഇതെല്ലാം തന്ന റബ്ബ്. ആ റബ്ബിനറിയാം എനിക്ക് നന്മ എന്താണെന്ന് പഠിപ്പിച്ചു തരാൻ. ആ റബ്ബിനറിയാം എന്റെ ജീവിതത്തിലെ തിന്മ എന്താണ്, ഞാൻ അടുക്കാൻ പാടില്ലാത്ത മേഖല ഏതാണ് എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തലമുറക്ക് ആദ്യം നന്മയായി തൗഹീദ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മ എന്ന് ഓരോന്നോരോന്നായി അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നമസ്കാരം മുറുകെ പിടിക്കുന്ന ജനത അവർ കള്ളുകുടിച്ചിരുന്നു അന്ന്. മദ്യം ഹറാമാണെന്ന് ആയത്തിറങ്ങുന്നതിന് മുമ്പ് മദീനയുടെ തെരുവുകളിൽ മദ്യം ഉപയോഗിച്ചിരുന്ന ആളുകൾ അവരുടെ അടുക്കലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്. ഇന്നമൽ ഖംറു, ഖംർ എന്ന പദം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഖംർ എന്ന പദം, മുഅ്മിനീങ്ങളെ എന്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, അല്ല പഠിപ്പിച്ച ഖംർ എന്ന പദം അത് കുടിക്കുന്ന കള്ള് മാത്രമല്ല. ഖംർ എന്ന വാക്ക് നിന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന എന്തെല്ലാം ലഹരി വസ്തുക്കളുണ്ടോ എല്ലാം പെട്ടു. അതുകൊണ്ട് കുല്ലു ഖംറിൻ ഹറാമുൻ, എല്ലാ ഖംറും ഹറാമാണ്, എല്ലാ ഖംറും ഹറാമാണ്. ഇത് പഠിപ്പിച്ചതാരാ? നമുക്ക് അന്നം നൽകിയ റബ്ബ്, നമുക്ക് വായു നൽകിയ റബ്ബ്, നമുക്ക് വെള്ളം നൽകിയ റബ്ബ്. ആ റബ്ബാണ് മനുഷ്യനോട് പറഞ്ഞത്, മനുഷ്യരെ എല്ലാ ഖംറും എല്ലാ ലഹരിയും നിഷിദ്ധമാണ്, എല്ലാ ലഹരിയും നിഷിദ്ധമാണ്. ഒരു ലഹരി നിന്നെ കൊണ്ടുപോയി തള്ളുന്നത് അത് നിന്നെ കൊലപാതകത്തിലേക്ക് എത്തിക്കും, അത് നിന്നെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കും, അത് നിന്നെ കൊള്ളയിലേക്ക് എത്തിക്കും, അത് നിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും, അത് നിന്നെ നരകത്തിലേക്ക് എത്തിക്കും. പരിശുദ്ധ ദീൻ വ്യക്തമായി മനുഷ്യന്റെ മുന്നിൽ വഴി കാണിച്ചു. അതുകൊണ്ട് തിന്മയിലേക്ക് അടുക്കരുതെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിന് ഇറക്കി കൊടുത്ത അന്ന് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, ലോട്ടറി നിങ്ങൾക്ക് നിഷിദ്ധമാണ്, ചൂതാട്ടം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. നാട്ടിൽ ലിബറലിസം പ്രചരിപ്പിക്കുന്നവന് ഈ നന്മ കൈമാറാൻ കഴിയില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ലഹരി വസ്തുക്കൾക്കും മനുഷ്യന്റെ ജീവിതത്തെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കുന്ന സൃഷ്ടാവായ റബ്ബ് പറയുന്ന ആ ചട്ടക്കൂടിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നവന് ഒരിക്കലും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പഠിപ്പിക്കുന്ന വാചകം ഇതാണ്. നിങ്ങൾ സ്വീകരിക്കേണ്ട പരിശുദ്ധ ഖുർആനിന്റെ കലാമായ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ലോട്ടറി നിഷിദ്ധമാക്കി, മദ്യം നിങ്ങൾക്ക് നിഷിദ്ധമാക്കി, സകല ലഹരികളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരാനിരിക്കുന്ന കാലം വ്യത്യസ്ത പേരുകളിൽ ലഹരി ആളുകൾ വിളിക്കും. കള്ള് എന്ന പേരിൽ വിളിക്കാം, അതെ ഇന്ന് വിളിക്കുന്ന MDMA, കഞ്ചാവ്, അതല്ലാത്ത ഏതെല്ലാം പേരുകളിൽ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞ പല പേരുകളിലായി അത് അറിയപ്പെടുന്ന ഒരു കാലം വരും. അതുകൊണ്ട് എല്ലാ ഖംറും എല്ലാ ലഹരിയുണ്ടാക്കുന്നതും നിഷിദ്ധമാണ്, പാടില്ല, അത് തുടരുത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യനോട് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്ക് അന്നം നൽകിയ റബ്ബാണ്. ആ സൃഷ്ടാവ് പഠിപ്പിച്ച മാർഗം സ്വീകരിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നന്മയുടെ വിജയത്തിലേക്കുള്ള വഴി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. അതിന് ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ജനതയെ കൈപിടിച്ചുയർത്തേണ്ടിടത്ത് രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്, മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. രക്ഷിതാക്കളെ നമ്മൾ ഗൗരവമായി ആലോചിക്കണം.
നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. മക്കൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എൻ്റെ മകൻ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു വിദ്യാഭ്യാസമുള്ള വൈജ്ഞാനിക രംഗത്ത് ഉയർന്നവനാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ ധാർമ്മികത ജനങ്ങൾക്ക് കൈമാറുന്ന, ധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്ന, ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായി എൻ്റെ മകനെ ഞാൻ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? എന്റെ മകളെ വളർത്തിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഇത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്, ഇത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യനോട് പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നരകത്തിന്റെ ആഴങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള സകല ഹറാമുകളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തിക്കോന്ന. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് ആത്മാർത്ഥമായി സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കാം. അതിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ആ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ കൂടെ മതപരമായ വിദ്യാഭ്യാസം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. മതപരമായ വിദ്യാഭ്യാസം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. മതം പഠിപ്പിക്കുന്ന ഖുർആനും സുന്നത്തും പഠിക്കാൻ പറ്റുന്ന നല്ല അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ അവസരങ്ങളൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിനിമകളുടെയും സീരിയലിന്റെയും ഒക്കെ ലോകത്തേക്ക് മക്കൾ വഴിതെറ്റുന്നു. പരിശുദ്ധ ഖുർആൻ എന്ന ഈ ഗ്രന്ഥം വായിക്കുന്നിടത്ത്, അത് പഠിക്കുന്നിടത്ത്, അത് ജനങ്ങളെ പഠിപ്പിക്കുന്നിടത്ത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു വെള്ളിയാഴ്ച ദിവസം ഖതീബിന്റെ മുന്നിൽ ആളുകൾ വന്നിരിക്കുന്ന ദിവസം യാതൊരു ഭൗതികമായ ചിന്തയില്ലാതെ എല്ലാ മൊബൈൽ ഫോണുകളും ഓഫ് ചെയ്ത് ഒരു പണ്ഡിതന്റെ മുന്നിൽ വന്നിരിക്കുന്ന വെള്ളിയാഴ്ചയിലെ ആ ദിവസത്തിൽ പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഉപദേശം നൽകാൻ, ഒരു ഖുതുബ നൽകാൻ പോലും ഇന്ന് സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പരാജയല്ലേ? ഇത് പരാജയല്ലേ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി അള്ളാന്റെ റസൂൽ ഒരു ജനതയെ സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. അതെ, ജാഹിലിയത്ത് എന്നറിയപ്പെട്ടിരുന്ന ജനത ഖൈറു ഉമ്മത്തായി മാറിയതിലെ ഹബീബായ റസൂലിന്റെ പങ്കെന്തായിരുന്നു? റസൂലുള്ളാഹിന്റെ ഖുതുബയെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, ഏറ്റവും നല്ല ഖുതുബ നിർവഹിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ, അതെ, അത് ഇരിക്കുന്ന സ്വഹാബത്തിന് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. കാലികമായി അവർക്ക് ആവശ്യമുള്ള വിഷയങ്ങളാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. യുദക്കിറുന്നാസ്, ജനങ്ങളെ സംസ്കരിക്കും. യഖറഉൽ ഖുർആന വയുദക്കിറുന്നാസ്, ഖുർആൻ ഓതിയിട്ട് ആ ജനങ്ങളെ സംസ്കാരത്തിന്റെ ഉന്നതിയിലേക്ക് അള്ളാന്റെ റസൂൽ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ആശയങ്ങൾ ഈ ഖുർആന് ഇന്ന് വളർന്നു വരുന്ന തലമുറക്ക് പഠിപ്പിക്കാൻ എന്താ വഴി? നമ്മുടെ നാട്ടില് വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ CRE സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നു. CRE എന്ന പേരിൽ. എന്തിനത്? മദ്രസയിലെ 8ാം ക്ലാസ്, മിനിമം 8ാം ക്ലാസ് പഠനം പൂർത്തിയായ ഒരു കുട്ടി മദ്രസ പഠനം കഴിഞ്ഞവൻ ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ മതപരമായ പഠനത്തിലേക്ക് തിരിയാൻ സാധ്യത കുറവാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ആ മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിലുള്ള ആഴ്ചയിലെ ഒരു ദിവസത്തിലെ 1 മണിക്കൂറെങ്കിലും ആ മക്കൾക്ക് സൃഷ്ടാവായ റബ്ബ് പഠിപ്പിച്ച നന്മ അവർ പഠിക്കണമെന്ന അർത്ഥത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കണ്ടിന്യൂവായി ദീന് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ CRE എന്ന പേരിൽ നമ്മൾ നടത്തുന്ന സംവിധാനം. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിലുണ്ട്. പക്ഷേ പറഞ്ഞേക്കാൻ ആളുകളുണ്ടോ? പോകാൻ ആളുകളുണ്ടോ? അതുകൊണ്ട് നന്മ എന്താണെന്ന് പഠിക്കുന്നിടത്ത്, നന്മയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നിടത്ത് ഏറ്റവും പ്രധാനമാണ് മതം പഠിക്കുക, ദീന് പഠിക്കുക, ഖുർആൻ എന്താണെന്ന് പഠിക്കുക, ഹബീബായ റസൂലിന്റെ ചര്യ അതെന്താണെന്ന് പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ഒട്ടനവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഖുർആൻ മനുഷ്യന് പഠിപ്പിക്കാത്ത ഒരു നന്മയുമില്ല.
അതെ, വഹയിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു നന്മയുമില്ല. ചില എക്സാമ്പിളുകൾ പറയാം, ചില ഉദാഹരണങ്ങൾ, ചില എക്സാമ്പിളുകൾ പറയാം. സഹോദരങ്ങളെ, അതിലേറ്റവും പ്രധാനം നിങ്ങൾ നോക്കൂ. സൃഷ്ടാവായ റബ്ബ് മനുഷ്യനെ പഠിപ്പിക്കുന്ന ചില ഉപദേശങ്ങളിലെ ഏറ്റവും മർമ്മമായ ഒരധ്യായത്തിലെ ചില ഉപദേശങ്ങൾ എടുത്താൽ തന്നെ കാണാം. ഒന്ന്, സൃഷ്ടാവിനെ കുറിച്ച് അറിയുന്നതിന്റെ കൂടെ, മഹാനായ പ്രവാചകനെ കുറിച്ച് അറിയുന്നതിന്റെ കൂടെ, മനുഷ്യ നിന്നെ ഗർഭം ചുമന്ന് നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ മാതാവിന്റെയും നിന്റെ പിതാവിന്റെയും സ്ഥാനം എന്താണെന്ന് നീ അറിയണം. അല്ലാഹു പഠിപ്പിക്കാണ്. മനോഹരമായ ഉപദേശം. വേറെ ഏത് സിദ്ധാന്തങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഉപദേശം? വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഈ ആയത്ത് ഓതുന്നത് ആരോടാണെന്നറിയുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്തു കൊല്ലുന്ന തലമുറയോട് ഈ ആയത്ത് പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഉപദേശം അവരുടെ കൽബിലേക്ക് ഇറക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിക്കണം. വഖലാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. നിന്റെ റബ്ബ് നിന്റെ കാര്യത്തിൽ വിധി പറയുകയാണ്. എന്താ റബ്ബ് വിധിച്ചിട്ടുള്ളത്? അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. നീ നിന്റെ മാതാപിതാക്കൾക്ക് നിന്റെ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നല്ല പറഞ്ഞിട്ട് തൊട്ടടുത്ത് അല്ലാഹു പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണേ, ഉമ്മാക്കും വാപ്പാക്കും നീ നന്മ ചെയ്യണേ. നിന്നെ പോറ്റി വളർത്തിയ നിന്റെ മാതാവിനോട്, നിന്നെ പോറ്റി വളർത്തിയ നിന്റെ പിതാവിനോട് നിനക്ക് കടപ്പാടുണ്ട് മനുഷ്യ. നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നിനക്ക് കടപ്പാടുണ്ട്. അതേപോലെ തന്നെ നിന്നെ ഗർഭം ചുമന്ന് പോറ്റി വളർത്തിയ നിന്റെ ഉമ്മയോട് നിനക്ക് കടപ്പാടുണ്ട്. നീ വളരാൻ വേണ്ടി ത്യാഗം സഹിച്ച നിന്റെ പിതാവിനോട്, അതേ ആ പിതാവിനോട് നിനക്ക് കടപ്പാടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചില കാര്യങ്ങൾ വ്യക്തമായി ഖുർആനിന്റെ ആയത്തുകളിലൂടെ അല്ലാഹ് പഠിപ്പിക്കുന്നത് കാണാം. അതേ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ്. വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയ നിന്റെ ഉമ്മ, താടി നരച്ചുപോയ നിന്റെ വാപ്പ, മുടി നരച്ചുപോയ നിന്റെ വാപ്പ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട നിന്റെ വാപ്പ വീടിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന കാലമാകുമ്പോ, ആ ഉമ്മ നിന്റെ വീട്ടിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന കാലമാകുമ്പോ ഖുർആൻ പറയാണ്, നീ അവരെ ചേർത്ത് പിടിക്കണം. അവരെ നീ ചേർത്ത് പിടിക്കണം. നിന്റെ കൽബിലേക്ക് നീ അവരെ ചേർത്ത് വെക്കണം. അവരെ ഏറ്റവും നല്ല പരിചരണങ്ങൾ നൽകണം. സ്നേഹത്തിന്റെ തലോടലുകൾ നൽകണം. എന്നിട്ട് അല്ലാഹു പറയാണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഛേ എന്ന ഒരു വാക്കുപോലും നിന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി, നിന്റെ വാപ്പയുടെ മുഖത്ത് നോക്കി നീ പറയരുതേ. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയാണ്, ഉഫിൻ എന്ന വാക്ക്, ഛേ എന്ന വാക്ക് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന മോശപ്പെട്ട പ്രയോഗങ്ങളിലെ ഏറ്റവും നിസ്സാരമായ പ്രയോഗമാണ് ഛേ എന്ന ഒരു വാക്ക്. ആ വാക്കുപോലും നിന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി, നിന്റെ വാപ്പാന്റെ മുഖത്ത് നോക്കി നീ പ്രയോഗിക്കരുതെന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. നീ അവരെ വെറുക്കരുത് കേട്ടോ, അവരെ നീ അകറ്റി നിർത്തരുത് കേട്ടോ. ഫലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നീ മോശപ്പെട്ട വർത്താനം പറയരുത്, വെറുപ്പിന്റെ വാക്ക് നീ പ്രയോഗിക്കരുത്. ഇന്ന് കൊലപാതകമാണ്, സ്വന്തം ഉമ്മയെ കൊന്നൊടുക്കുകയാണ്. നന്മ എന്തെന്ന് അയാൾ പഠിച്ചിട്ടില്ല. സൃഷ്ടാവിന്റെ ഉപദേശം അയാളുടെ കൽബിലേക്ക് കിട്ടിയിട്ടില്ല. പരിഹാരം എവിടെയാണ്? ഉമ്മയെ കൊല്ലുന്നവർക്കുള്ള പരിഹാരം എവിടെയാണ്? മദ്യപാനികൾക്കുള്ള പരിഹാരം എവിടെയാണ്? അത് ഖുർആനിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങിക്കോ, ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോ.
പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എത്ര മനോഹരമാണ്! ഇതൊരൊറ്റ വിഷയത്തിലുള്ള ഉപദേശമാണെങ്കിൽ എന്തെല്ലാം ഉപദേശങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഏതെല്ലാം കാര്യങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ മേഖലയിലും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഉപദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണാം. ഏതെല്ലാം മേഖലയിൽ. ഞാനൊരു ഒറ്റ വിഷയം പറഞ്ഞത്, ഒരു ഉദാഹരണം സഹോദരങ്ങളെ പഠിപ്പിച്ചത്. ഇത്തരം ഉപദേശങ്ങൾ ലോകത്തൊരു സിദ്ധാന്തങ്ങൾക്കും കൊടുക്കാൻ കഴിയില്ല. ഇന്ന് ലിബറലിസം പ്രചരിപ്പിക്കുന്നവൻ പറയുന്ന വാക്കന്തരങ്ങള്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നൊന്നും നമുക്ക് ബാധ്യതയൊന്നുമില്ല, അവര് പ്രായമായി അവരവരുടെ കാര്യം നോക്കിക്കൊള്ളുന്ന. നാട്ടിലൊരാൾ അപകടപ്പെട്ട് മരണത്തിന്റെ വേദനയിൽ പെടയാണെങ്കിലും ഓന്റെ കാര്യത്തിൽ നമുക്ക് ബാധ്യതയൊന്നുമില്ല, നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പോയാൽ മതി. പ്രയാസപ്പെടുന്നവർ അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കിക്കോളും, നമുക്കതിന്റെ ബാധ്യതകളൊന്നുമില്ലാന്ന് പച്ചക്ക് അതേ ചാനലുകളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നവർ ഇന്ന് ലിബറൽ വാദം പ്രചരിപ്പിക്കുന്നവർക്കിടയിലുണ്ട്. ഇവർക്ക് മധ്യത്തിലാണ്, ഇവർക്കിടയിലാണ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഉപദേശങ്ങൾ മനുഷ്യന്റെ മുന്നിലേക്ക് വെക്കുന്നത്. ഒരു സിദ്ധാന്തങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ട് തോന്നിവാസങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ധാർമ്മികതയിലേക്ക് തിരിച്ചു വരണോ മനുഷ്യരെ ഖുർആനിനെ പഠിപ്പിച്ചോ സൃഷ്ടാവായ റബ്ബ് പഠിപ്പിക്കുന്നിടത്തേക്ക് ജീവിതത്തെ കൊണ്ടുവരാം. ഇതാണ് പരിഹാരത്തിന്റെ വഴി, ഇതാണ് പരിഹാരത്തിന്റെ മാർഗം. ഈ മാർഗത്തെ തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്നറിയണം, പരിശുദ്ധ ഖുർആൻ എന്തെന്നറിയണം, ആരാണ് പ്രവാചകൻ എന്നറിയണം, ആ പ്രവാചകൻ ലോകത്ത് നടത്തിയ നന്മയുടെ പടയോട്ടം എന്തായിരുന്നു എന്ന് പഠിക്കണം. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ ഒരുക്കമാണോ? ഈ ആശയം നമ്മുടെ മക്കൾക്ക് കൈമാറാൻ നമ്മൾ ഒരുക്കമാണോ? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എല്ലാ തിന്മകളും അരാജകത്വങ്ങളും നാട്ടിൽ കൊടികുത്തി വാഴുമ്പോ സഹോദരങ്ങളെ, ഈ വഴിയിലേക്ക് മനുഷ്യനെ ഈ ധാർമ്മികതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയല്ലാതെ വേറൊരു പരിഹാരമല്ല. എത്രയെത്ര ഉപദേശങ്ങൾ, എത്രയെത്ര ഉത്ബോധനങ്ങൾ സൃഷ്ടാവായ റബ്ബ് മനുഷ്യനോട് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മനസ്സുകളിൽ ഉള്ളതിനെ പറ്റി അറിയുന്നവനാണ് എന്ന മനോഹരമായ ഒരു നല്ല ചിന്ത പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. ആരാണ് റബ്ബ് എന്ന് പറയുന്നിടത്ത് ഇന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല നിർദ്ദേശവും ഉപദേശവും സഹോദരങ്ങളെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാശയം. നീ ക്യാമറ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരുന്ന് നിന്റെ ഉമ്മ കാണാതെ, വാപ്പ കാണാതെ, ജേട്ടനറിയാതെ, നിന്റെ കുടുംബങ്ങൾ അറിയാതെ ഒറ്റയ്ക്കിരുന്നൊരുത്തന്നൊരു തിന്മ ചെയ്യുന്നുവെങ്കിൽ ആ തിന്മ അറിയുന്ന റബ്ബുണ്ട് എന്ന അറിവ് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ ഇന്ന് വളർന്നു വരുന്ന തലമുറക്ക് ആ സന്ദേശം പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദേശങ്ങളിലേക്ക് മടങ്ങുക. സഹോദരങ്ങളെ, ഇന്ന് എന്റെ സംസാരം കേൾക്കുന്നവരിൽ കച്ചവടക്കാരുണ്ട്, എന്റെ സംസാരം കേൾക്കുന്നവരിൽ അതെ പിന്നെ പല മേഖലകളിലും നിൽക്കുന്ന ആളുകളുണ്ട്. എല്ലാ മേഖലകളിലും നമുക്ക് നന്മകൾ നൽകാൻ നമുക്ക് കഴിയണം, നന്മകൾ കൈമാറാൻ നമുക്ക് കഴിയണം. അതെ, ഒരു പിതാവ് എന്ന നിലക്ക് പിതാവ് സിഗരറ്റ് വലിച്ചാൽ മക്കൾ തിന്മയിലേക്ക് പോകാതിരിക്കുമോ? ഉപ്പാന്റെ കയ്യിലുള്ള സിഗരറ്റ് താഴെയിടണം. ഉപ്പാന്റെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ആദ്യം താഴെയിടണം. നന്മ കൈമാറുന്ന പെൺകുട്ടികൾക്ക് നന്മ എന്താണെന്ന് പഠിപ്പിക്കുന്ന നല്ല മാതാക്കൾ ഉണ്ടാകണം. അതെ, കച്ചവടം നടത്തുന്ന പിതാക്കളോട്, കച്ചവടം നടത്തുന്ന കച്ചവടക്കാരോട്, നിങ്ങളുടെ കടകളിലെ ലഹരി വസ്തുക്കൾ നിങ്ങളുടെ കടകളിൽ നിന്ന് ഒഴിവാക്കണം. സിഗരറ്റ് ഇങ്ങനെ എടുത്തു കൊടുക്കുക. സിഗരറ്റ് വിൽക്കുന്ന ഒരു കച്ചവടക്കാരന് ധാർമ്മികത പറയാൻ എന്ത് അവകാശമുണ്ട്? നാട്ടിൽ നടക്കുന്ന തിന്മകളെ കുറിച്ച് പറയാൻ എന്ത് അവകാശമുണ്ട്? അത് കണ്ട് കച്ചവടക്കാരെ, പിന്നെ ഇതുപോലെയുള്ള പുകയിലകൾ വിൽപ്പന നടത്തുന്നവരെ, നമുക്കും ഈ സമൂഹത്തിനോട് ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. ഇതൊക്കെ നിർത്തണം, ഇതൊക്കെ അവസാനിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ സമൂഹത്തിന് നന്മ പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ മുന്നിലേക്ക് ഇറങ്ങണം.
ഈ സമൂഹത്തെക്കുറിച്ച് കൃത്യമായ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മളെന്ന ബോധവും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ സദാസമയങ്ങളിൽ ഉണ്ടാവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന സമ്മേളനം 11-ാം തീയതി സഹോദരങ്ങളെ വരാനിരിക്കുന്ന സമ്മേളനത്തെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. സമ്മേളനം ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ മക്കളെയും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ കുട്ടികളെയും അതിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. ടീനേജ് പ്രായത്തിലുള്ള അതെ വൈജ്ഞാനിക രംഗത്ത് ഉയർന്നവരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നവർ പോലും തിന്മകളിലാണെന്ന് നമുക്കറിയാം. നമ്മുടെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. എന്നിരിക്കെ ഏറ്റവും നല്ല ദിശാബോധം പകർന്നു കൊടുക്കുന്ന വ്യത്യസ്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്കാരം എന്തെന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേദിയാണ് അടുത്ത മാസം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കാനിരിക്കുന്ന സ്റ്റുഡൻസ് കോൺഫറൻസ്. അതിൽ നമ്മുടെ കുട്ടികളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, നമ്മുടെ പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നമ്മളുടെ മക്കളുടെ വളർന്നു വരുന്ന തലമുറയുടെ കാര്യത്തിൽ നമ്മൾ ഗൗരവമായ ഒരു ആലോചന നമ്മൾ നടത്തുക. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാടുകളിൽ കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതത്തെ അല്ലാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളിലും അകപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, അവരെ അല്ലാഹു ഹിദായത്തിന്റെ നന്മയുടെ വഴി, ആ വഴിയിലേക്ക് അല്ലാഹു അവരെ തെളിയിച്ചു കൊണ്ടുവരുമാറാവട്ടെ. ഹിദായത്ത് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കുടുംബങ്ങളിലെ മക്കളായി നമ്മുടെ മക്കൾ വളർന്നു വരാൻ പറ്റുന്ന പാകതയിൽ നല്ല കുടുംബത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന രക്ഷിതാക്കളായി മാറാനുള്ള തൗഫീഖിനെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മയുടെ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അരാജകത്വങ്ങളിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. ന്യൂനപക്ഷ ഭീകരവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ മാറാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.